നീലാംബരി രചന നീലാംബരി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി നൂഞ്ഞേരി. ഞങ്ങൾ ഉണ്ണിക്കുട്ടൻ്റെ ഗ്രാൻഡ് പാരൻസാ. ഉണ്ണിക്കുട്ടൻ്റെ അമ്മ ശ്രീപാർവതിയുടെ അച്ഛനും അമ്മയാ ഞാനും ഈ ഇരിക്കുന്ന കനകവും. പിന്നെ നിർമ്മല ഉണ്ണിക്കുട്ടൻ്റെ അച്ഛൻ ശിവനാഥിൻ്റെ അമ്മയാ. ശിവയുടെ അച്ഛൻ രാമഭദ്രൻ പണ്ടൊരു ആക്സിഡന്റിൽ പെട്ട് ഇപ്പം യാത്രയൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയില്ല. പിന്നെ ഞങ്ങൾക്ക് ശ്രീയെ കൂടാതെ ഒരു മകൻ കൂടി ഉണ്ടായിരുന്നു. ഇപ്പം എവിടെയാണെന്നറിയില്ല, ഉണ്ടോയെന്നുകൂടി അറിയില്ല. ഭദ്രക്ക് പറഞ്ഞാൽ അറിയും. നമ്മുടെ കിരൺ മോൻ്റെ അച്ഛൻ നാഥ് മേനോൻ. ആ പേര് കേട്ടതും ഭദ്രയൊന്ന് വിറച്ചു. അതേ വിറയിലോടെ തന്നെ ഭദ്ര നീലാംബരിയെ നോക്കി. അവൾ പെട്ടെന്ന് കണ്ണുകൾ മുറുക്കി അടച്ചു തുറന്ന് പുഞ്ചിരിച്ച് കാണിച്ചുകൊണ്ട് തന്റെ അമ്മയ്ക്ക് ധൈര്യം പകർന്നു. മാധവിയുടെ മനസ്സിലൊരു ഗൂഢമായ ചിരി മിന്നി. അതേ ചിരിയോട് അവർ പറഞ്ഞു, അതൊക്കെ ഭദ്രക്ക് അറിയാണ്ടിരിക്കോ അല്ലേ ഭദ്രേ? ശ്രീയുടെ അച്ഛൻ എന്താ ഒന്നും അറിയാത്ത പോലെ. പാവം ഭദ്രയെ കൂടി ഓരോന്ന് പറഞ്ഞ് വിഷമിപ്പിക്കുന്നെന്തിനാ? മാധവി ഒരു അവസരം കിട്ടിയ പോലെ പെട്ടെന്ന് കയറി പറയുമ്പോൾ നീലാംബരിയും ഭദ്രയെ ഒരുപോലെ ഞെട്ടിയെങ്കിലും ജയേന്ദ്രൻ ഒന്ന് പുഞ്ചിരിച്ചതേ ഉള്ളൂ. ആ ശരിയാ, നീലാംബരി മോള് പറഞ്ഞു ഭദ്രയ്ക്ക് എല്ലാവരെയും അറിയാന്നറിയാം. എങ്കിലും സ്വയം പരിചയപ്പെടുത്തേണ്ട ഞങ്ങളുടെ കടമയാണല്ലോ. ഇനി ഇടയ്ക്കൊക്കെ കാണേണ്ടല്ലേ നമ്മള്. മാധവിയുടെ ദുഷിപ്പിനുമില്ല അത്ര തന്നെ അർത്ഥമേ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അങ്ങനെ ഒരു മറുപടി പറഞ്ഞു. തന്റെ പ്ലാൻ ഏറ്റില്ലെന്ന് കണ്ടതും അടുത്ത ഡയലോഗ് കൂടി അവർ തട്ടിവിട്ടു. ഏയ്, ഭദ്രയ്ക്ക് നീലാംബരി പറഞ്ഞിട്ട് വേണം നാഥിന്റെ കുടുംബത്തെക്കുറിച്ച് അറിയാൻ. നാഥ് പറയാതിരിക്കില്ലല്ലോ അല്ലേ ഭദ്രേ? ആ, അതൊക്കെ എത്ര കൊല്ലം മുമ്പ് ഭദ്ര മറന്നു കാണും. എങ്കിലും ഈ വിധി എന്നൊക്കെ പറയുന്നത് എത്ര ശരിയാന്നാ ഞാൻ ആലോചിക്കുന്നത്. അമ്മയുടെ പഴയ സ്നേഹിതന്റെ കുടുംബത്തിൽ നിന്ന് മോൾക്കൊരു ബന്ധം വരിക, വിവാഹം നടക്കുക, എല്ലാം ദൈവത്തിന്റെ ഓരോരോ തമാശകളെ. മാധവി താടിക കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു നിർത്തിയതും ജയേന്ദ്രനും കനകവും ഇരുന്നിടത്ത് എഴുന്നേറ്റ് പോയി. കനകം പതിയെ നടന്ന് മാധവിയുടെ അടുത്തേക്ക് ചെന്ന് നിന്നു. എന്താ നീ ഇപ്പൊ പറഞ്ഞേ? ഒന്നുകൂടെ പറയോ? നീ എന്റെ മോനെ കുറിച്ചാണ് ഈ പറഞ്ഞേ? എന്റെ മോൻ ചോദിക്കുമ്പോൾ കനകത്തിന്റെ സ്വരം വിടറി. അപ്പൊ ശ്രീയുടെ അമ്മയ്ക്ക് ഇതൊന്നും അറിയില്ലായിരുന്നോ? ശ്രീക്കും ശിവക്കൊക്കെ അറിയാവുന്ന കാര്യമായതുകൊണ്ട് ഞാൻ കരുതി നിങ്ങൾക്കൊക്കെ അറിയാതിരിക്കുന്നു. കഷ്ടായല്ലോ. നീലാംബരി എന്ത് ചെയ്യണമെന്നറിയാ ഭദ്രയെ നോക്കി. ആകെ തറഞ്ഞിരിക്കുകയാണ് ഭദ്ര. ജയേന്ദ്രൻ ഉറച്ച ചൂടുകളോടെ മാധവിയുടെ അടുത്തേക്ക് വന്നു. നിന്റെ ഈ പഴച്ച നാവിന് ഞാൻ ഇന്നേവരൊരു മറുപടി നൽകിയിട്ടില്ല മാധവി. അന്യ വീടായിപ്പോയി. അല്ലായിരുന്നെങ്കിൽ ശ്രീനിയുടെ ബന്ധം ഞാൻ ഒരിക്കലും നോക്കില്ലായിരുന്നു. കാരണം അടിച്ചു പോച്ചേരെ ഞാൻ. ജയേന്ദ്രന്റെ ഭാവം മാധവിയെ ചൊടിപ്പിച്ചു. ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ച് താൻ അപമാനിതയായ പോലെ തോന്നിപ്പോയി അവർക്ക്. ശ്രീയുടെ അച്ഛൻ വെറുതെനോട് ചൂടാവാൻ നിൽക്കണ്ട. സ്വന്തം മോളോട് മരുവിനോട് പോയി ചോദിച്ചാൽ തന്നെ കാര്യങ്ങൾ അറിയാം. ശിവക്കും ശ്രീക്ക് എന്തറിയാന്നാ നീ പറയുന്നത്? അതായത് പണ്ട് നിങ്ങളുടെ ചത്തുപോയ ജയേന്ദ്രൻ പരിസരം മറന്ന് അലറിക്കൊണ്ട് അവർക്ക് നേരെ കയ്യോങ്ങി. അയ്യോ, അങ്ങനെയല്ല. അതായത് നമ്മുടെ നാഥ് പണ്ട് ഈ ഭദ്രയുടെ കാമുകനായിരുന്നെന്നും ഭദ്ര അയാളെ ചതിച്ചെന്നും ഭദ്ര നാഥിനെ ഈ വീട്ടിലെ കാര്യസ്ഥനെ ഒരേ സമയം പ്രണയിച്ചിരുന്നെന്നും കാര്യസ്ഥനിൽ നിന്നും ഭദ്ര ഗർഭിണിയായത് അറിഞ്ഞിട്ടാണ് നാഥ് നാട് വിട്ടെന്നൊക്കെയാണ് ഞാൻ കേട്ടത്. ഞാനും എൻ്റെ മോളും കേട്ടിട്ടുണ്ട്. ഈ നീലാംബരി കാവ്യയോട് പറയുന്നു, പിന്നെ ശ്രീ ശിവയോട് പറയുന്നൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. എല്ലാം കേട്ടതും കനകൊന്ന് വേച്ചു പോയി. നിറകണ്ണുകളോടെ കനകത്തെ നിർമ്മല താങ്ങി നിർത്തി. മാധവി, വായിൽ തോന്നുന്ന പറയരുത്. നിർമ്മല മാധവിക്ക് നേരെ ശബ്ദമുയർത്തി. ശരി, എന്റെ വായിൽ വരുന്ന നിങ്ങൾ കേൾക്കണ്ട. നേരിട്ട് ചോദിക്കരുതോ? ദേ നിൽക്കുന്ന നീലാംബരി. അവളോട് അവളുടെ അമ്മയോടോ ചോദിക്കണം. അല്ലേ വേണ്ട, ഈ വീട്ടിലാർക്കെങ്കിലും അറിയാതിരിക്കില്ലല്ലോ. പ്രതീക്ഷയുടെ കൽപ്പനയെ നോക്കി മാധവി. ആ നോട്ടം മനസ്സിലായതും സാരി തലപ്പ് മുഖത്തേക്ക് അമർത്തി കൽപ്പന ഉറക്കെ കരഞ്ഞു. അടുത്തിരുന്ന മായയുടെ ലാവണിയൊന്നും മനസ്സിലാവാതെ അമ്പരം നിന്ന് പോയി. അയ്യോ, ഇനി ഈ പേരും പറഞ്ഞ് ഞങ്ങളുടെ നീലാംബരി ആരും പഴിക്കരുത്. ഇവൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ? എല്ലാം ഈ ഭദ്ര ഒറ്റൊരുത്തി കാരണം. എങ്കിലും പണ്ട് അറിയാത്ത പ്രായത്തിൽ ഭദ്ര തെറ്റ് ചെയ്തെന്ന് കരുതി അവൾ ഇനിയും കുറ്റപ്പെടുത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? പണ്ടേ ഞാൻ ശശിയേട്ടനോട് പറഞ്ഞതാ ഈ ഭദ്രക്ക് അത്ര നല്ല സ്വഭാവമല്ലാന്ന്. അപ്പുറത്തെ വീട്ടിലെ ഡാൻസ് പഠിപ്പിക്കാൻ വരുന്ന മാഷിന്റെ പുറകെ നിന്ന് മാറില്ലായിരുന്നു ഈ ഭദ്ര. 18 കഴിഞ്ഞാൽ വല്ലവനെയും തലയിൽ വെച്ച് കെട്ടിച്ചു വിടാനായിരുന്ന ഞങ്ങള്. പക്ഷെ അതിനു മുമ്പ് കാര്യസ്ഥനെ വിളിച്ച് ഇവള് മുറി കയറ്റി. അതും അച്ഛന്റെ പ്രായമുള്ള ഒരുത്തന്. അവന്റെ കൊച്ചിനെ വയറ്റിട്ടുണ്ടാക്കി. അപ്പോഴുണ്ട് വേറൊരു തവള അന്വേഷിച്ച് വരുന്നു. ഒരു തവണയോ മറ്റെവിടേക്ക് വന്നിട്ടേ ഉള്ളൂ ആ നാഥൻ. അയാൾ ഈ ഭദ്ര ചുറ്റിപ്പിടിച്ച് അപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞ്. വിവരങ്ങൾ അറിഞ്ഞ് ചങ്ക് പൊട്ടി ആ നാഥനോടുന്ന് പോയത്. പാവം. പിന്നെ ഞങ്ങൾ ആരും ആ നാഥനെയും ആളുടെ കൂട്ടുകാരനെയും കണ്ടിട്ടില്ല എന്ന് കരുതി നീലാംബരി ഉപേക്ഷിക്കല്ലേ നിങ്ങൾ? ഭദ്ര ചെയ്തതിന് അവളെന്ത് പഴിച്ചു? അവൾ എൻ്റെ മോൻ മുകുന്ദന്റെ പുറകെ മാത്രമേ നടന്നിട്ടുള്ളൂ. പിന്നെയാ നിങ്ങളുടെ ഉണ്ണിക്കുട്ടനിലേക്ക് ചാഞ്ഞത്. നീലാംബരി ഭദ്രയുടെ തോളിൽ അമർത്തി പിടിച്ചു. കനകം പതിയെ വേച്ച് കൽപ്പനയുടെ അടുത്തേക്ക് പോയി നിന്നു. അവരുടെ ശബ്ദവും ശരീരം ഒരുപോലെ വിറച്ചു പോയിരുന്നു. എൻ്റെ കുട്ടിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എൻ്റെ മോഹനായിരിക്കില്ല അത് വേറെ ആരും ആവും. കാരണം അത്ര സുന്ദരന എൻ്റെ മോൻ. അവനെ ചതിക്കാൻ ആർക്കും മനസ്സ് വരില്ല. അത്രയ്ക്ക് പാവന്റെ കുട്ടി. ഇനി അവനാണെങ്കിൽ തന്നെ
എങ്ങോട്ടാ പോയത് നിങ്ങൾക്കറിയോ? കൽപ്പന വീണ്ടും കരഞ്ഞു കാട്ടി. അയ്യോ എന്റെ പൊന്നമ്മേ, ഞാൻ ഇപ്പോഴും അറിയുന്നു നാഥ് നിങ്ങളുടെ മോനാണെന്ന്. അതെന്തേ ഈ സ്ത്രീയെ വിളിച്ചു പറയുമ്പോ? മാധവിയെ ചൂണ്ടി കൽപ്പന പറഞ്ഞുകൊണ്ടിരുന്നു. മാത്രമല്ല, ഇത്രയും വലിയ കുടുംബത്തിലെ ആളാണ് നാഥനെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഒരേ ഒരു തവണയെ ഞാൻ അയാളെ കണ്ടിട്ടുള്ളൂ. അയാളും അയാളുടെ കൂട്ടുകാരനും ഒരു ശിവൻ ഇവിടെ ഒരു ദിവസം വന്നപ്പോൾ ഞങ്ങൾ ആ സദ്യക്ക് ഉണ്ടാക്കി കൊടുത്തതേ. അന്ന് അവന്റെ കഴുത്തിൽ ഒരു ക്യാമറ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ശശിയേട്ടന്റെ നിർബന്ധപ്രകാരം അയാളെ നിർത്തി കൂട്ടുകാരൻ ശിവൻ ഫോട്ടോ ഒക്കെ എടുത്തിരുന്നു. പിന്നെ ഞാൻ കണ്ടിട്ടേ ഇല്ല. കൂട്ടുകാരൻ ആരാന്നാ പറഞ്ഞേ? ജയേന്ദ്രൻ അമ്പരപ്പോടെ ചോദിച്ചു. ഒരു ശിവൻ. എന്റെ ദൈവമേ, ശിവൻ എന്നാൽ ശിവനാഥാണോ ഇനി? കൊള്ളാം. പണ്ട് എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്ന നാഥിനെ കാണാതായതിന്റെ പിന്നിൽ ഉറപ്പായിട്ട് ശിവക്ക് കൈയുണ്ടെന്ന് ബന്ധുക്കളൊക്കെ പറഞ്ഞല്ലേ. ആരും വിശ്വസിച്ചില്ല. എന്റെ ശ്രീനിയായിട്ട് ഒരാളാ നാട്ടുകാരുടെയും പത്രക്കാരുടെയും വായടപ്പിച്ച് അങ്ങേര് അമേരിക്കയിലെ എല്ലാം ഇട്ടെറിഞ്ഞു വന്ന് കൂട്ടുകാരന്മാർക്ക് വേണ്ടി ജീവിച്ചിട്ടാ ഞങ്ങൾക്ക് ഇന്ന് ഈ ഗതിയും വന്ന്. ബിസിനസ്സിൽ എന്ത് നഷ്ടങ്ങളാ അന്ന് ഉണ്ടായത്. പറഞ്ഞിട്ട് എന്ത് കാര്യം? എന്നിട്ട് ശിവ ഇപ്പോഴും കോടീശ്വരൻ തന്നെ. പാവം നാഥ് ഇപ്പൊ ജീവനോടെ ഉണ്ടോ എന്തോ? അതോ? ഒന്ന് ഊന്നി പറഞ്ഞുകൊണ്ട് മാധവി തന്റെ സംസാരം നിർത്തി. പക്ഷേ ശിവനാഥിനെ കുറ്റപ്പെടുത്തിയുള്ള മാധവിയുടെ സംസാരം നിർമ്മലയ്ക്ക് രസിച്ചില്ല. മാധവി, നിന്റെ നാവിനില്ലെന്ന് കരുതി വായിൽ തോന്നുന്നു പറയരുത്. നാഥിനോ ശിവക്കോ ഈ ഗ്രാമത്തിൽ വരേണ്ട ഒരു ആവശ്യമില്ല. നീ കേട്ടത് മാറിയിട്ടുണ്ടാവും. അതുപോലെ നീലാംബരിയുടെ അമ്മായി പറയുന്ന ഏതോ ഒരു നാഥനെ കുറിച്ച് ശിവനെ കുറിച്ചുവാ. ആ ശിവൻ എന്റെ ശിവയാണെന്ന് മാധവിക്ക് പറയാൻ എന്താ അവകാശമുള്ളത്? മാത്രമല്ല, ഇവര് നമ്മുടെ വീട്ടിൽ വന്നിട്ടെന്ന് ജയേട്ടൻ പറഞ്ഞ് നീ കേട്ടില്ലായിരുന്നോ? ഈ നിൽക്കുന്ന കൽപ്പനന്റെ ശിവനെ നേരിട്ട് കണ്ടിട്ടുള്ളൂ അല്ലേ? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ച് സമയം കളയാതെ വന്ന കാര്യം കഴിഞ്ഞ് നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. ഓ, അപ്പൊ നിർമ്മല ചേച്ചി പറയുന്നത് ഞാൻ കള്ളം പറയുന്നതാണോ? നിങ്ങളുടെ ആരെങ്കിലും ഫോണിൽ ഫോട്ടോ ഉണ്ടാവില്ലോ, ഒന്ന് കാണിച്ചു കൊടുക്കും ഇവർക്ക്. അപ്പൊ ഇവര് തന്നെ പറയും ആരാ നാഥനെന്നോ ആരാ ശിവനെന്നൊക്കെ. പണം കൊടുത്ത അച്ഛനെ വരെ മാറ്റി പറയുന്ന മക്കളുടെ കാലത്താ ഇവർക്കൊരു ശിവനെ മാറ്റി പറയാൻ പ്രയാസം. മാധവിയുടെ ആ പറച്ചിൽ കൽപ്പനയ്ക്ക് അത്ര പിടിച്ചില്ല. അവസാനം കനക നിർബന്ധിച്ച പ്രകാരം ജയേന്ദ്രൻ തന്റെ ഫോൺ കയ്യിലെടുത്തു. നാഥിന്റെ പഴയ ആൽബത്തിൽ നിന്നും ഈ ഇടക്കാലത്ത് ഫോണിലേക്ക് പകർത്തിയ കുറെ ഫോട്ടോകൾ അയാൾ കൽപ്പനയെ കാണിച്ചു. ദേ, ഈ പൂച്ചക്കണ്ണൻ തന്നെയാ നാഥൻ. പിന്നെ ഈ സ്ത്രീ പറഞ്ഞ പോലെ കാശ് വാങ്ങി എനിക്ക് ശിവനെ മാറ്റി പറയേണ്ട കാര്യമൊന്നുമില്ല. നീലാംബരിയുടെ അമ്മായി അച്ഛനല്ലേ ശിവൻ. പെട്ടെന്നാണ് ജയേന്ദ്രന്റെ ഫോണിൽ അയാളുടെ തന്നെ കൈ തട്ടി അടുത്തൊരു ഫോട്ടോ കൽപ്പനയ്ക്ക് മുമ്പിൽ വെളിവായത്. അതിൽ നിറച്ചിരിയോടെ തോൾ കൈ ചേർത്ത് നിൽക്കുന്ന 3 പേരുടെയും ഫോട്ടോ കണ്ടത്. ഇതാ ശിവൻ. ശ്രീനിവാസനെ ചൂണ്ടിക്കാട്ടി കൽപ്പന ഉറക്കെ പറഞ്ഞു. മാധവി വേഗം ഫോണിലേക്ക് എത്തി നോക്കി. ശ്രീനിവാസന്റെ നേരെ സംശയങ്ങൾ പായുമ്പോൾ മാധവിയുടെ സമനില തെറ്റിയിരുന്നു. അവർ കൽപ്പനയ്ക്ക് നേരെ ചീറി. ദേ പെണ്ണുമ്പിള്ളേ, എന്റെ ശ്രീനിയേട്ടൻ പറഞ്ഞാലുണ്ടല്ലോ ശിവയുടെ കയ്യിൽ നിന്ന് കുറെ എണ്ണം വാങ്ങിക്കാണും നീയൊക്കെ. എന്റെ ശ്രീനിയേട്ടന്റെ തലയിലെല്ലാം കൊണ്ടുവയ്ക്കാൻ നോക്കിയാലുണ്ടല്ലോ എന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയില്ല. സത്യം പറയടി, ഞങ്ങളുടെ നാദിന് നീയൊക്കെ എവിടെയാ പൂട്ടിയിട്ടേക്കുന്നേ? ശ്രീടച്ച, പോലീസിനെ വിളിക്ക്. ഈ തറവാട്ടിൽ ആരെയും വെറുതെ വിടരുത്. എല്ലാവരും കളികളാ. ശിവയുടെ കൂടെ ചേർന്ന് നമ്മുടെ നാഥിനെ ഇവരെല്ലാവരും കൂടി കൊന്നിട്ടുണ്ടോന്ന് ആർക്കറിയാം? മാധവി വായിൽ തോന്നിയൊക്കെ വിളിച്ചു പോവിയെന്നും കൽപ്പനയ്ക്ക് വിറഞ്ഞു കയറി. അപ്പോഴേക്ക് ഇരുവരും തങ്ങളുടെ ലക്ഷ്യം മറന്നിരുന്നു. വീട്ടിൽ കയറി വന്ന് അനാവശ്യം പറയുന്നോ? അപ്പൊ നിന്റെ കെട്ടിയവനായിരുന്നല്ലേ ശിവൻ? നിനക്ക് സംശയമാണെങ്കിൽ ഈ നാട്ടിലിറങ്ങി ആരോട് വേണമെങ്കിൽ ചോദിച്ചു നോക്ക്. ആർക്കെങ്കിലും ഓർമ്മയാണെനിക്കില്ല നാഥനെയും ശിവനെയും. ആ പ്രേമന്റെ വീട്ടിലാ രണ്ടും താമസിച്ചിരുന്ന്. നാഥനെ കൊന്ന് ഞങ്ങൾ ആരുമല്ല. ഈ ഫോട്ടോയിൽ കാണുന്ന ശിവനാ. പട്ടണത്തിൽ നിന്ന് വരുത്തന്മാരെയും കൂട്ടി വന്ന് ആ വര്യമ്പൂരിയും കൂട്ടി പിടിച്ച ആ നാഥനെ കൊന്നു കളഞ്ഞതേ ഈ ശിവനാ. അന്റെ പിന്നെ ക്ഷമിക്കുന്നതിനൊരു പരിധിയില്ലേ? പോലീസ് വന്നാൽ കുടുങ്ങുന്നത് നിങ്ങളുടെ കുടുംബക്കാരി തന്നെയാ, അല്ലാതെ ഞങ്ങളല്ല. വേണേ ഈ തുളസിയോട് ചോദിച്ചു നോക്ക്. അല്ലെങ്കിൽ നീലാംബരി സ്നേഹിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ടീച്ചറുണ്ട് ഇവിടെ, ശോഭന. അവളോട് പോയി ചോദിച്ചു നോക്ക്. എല്ലാവരും ഇതേ പറയൂ. ഇത്രയും കേട്ടതും കനകം നിന്നെൽപ്പിൽ നിലത്തേക്ക് അമിഴ്ന്നു വീണിരുന്നു. അയ്യോ കനകം, എന്താ പറ്റിയേ? നിലത്തെടുക്കുന്ന കനകത്തെ ജയേന്ദ്രൻ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവർക്ക് അപ്പോഴേക്കും ബോധനഷ്ടമായിരുന്നു. അയാൾ അവരെ കയ്യിൽ കോരിയെടുത്ത് കാറിന്റെ അരികിലേക്ക് ഓടി. പുറകെ നിർമ്മലയും. നീലാംബരി കൂടെ ഓടാൻ തുനിഞ്ഞതും ആ മുറിയുടെ വാതിൽക്കൽ വെച്ച് തന്നെ മാധവി അവൾ തടഞ്ഞു. സമാധാനം ആയില്ലേടി നാശമേ നിനക്ക്? വലതുകാലം എടുത്തു വെച്ചൊരു വീട്ടിൽ കയറി വന്ന് ആ കുടുംബം കൂടി തൊലച്ചില്ലേ നീ? നിനക്ക് നിന്റെ തള്ളക്കും പോയി ചത്തൂടെ? പറ്റുമെങ്കിൽ അകത്തിടക്കുന്ന നിന്റെ പിഴച്ച തള്ളയോട് റോഡിലിറങ്ങി നിൽക്കാൻ പറ. ഈ പ്രായത്തിൽ ആണുങ്ങളെ വലവീശി പിടിക്കാനുള്ള കഴിവ് അവൾക്ക് ശരീരം കൊണ്ട് ദൈവം അറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നീയും കൂടിക്കോ. പണ്ട് രഹസ്യക്കാരന്മാരെ മുറിക്കയറ്റി സൽക്കരിക്കുമ്പോ ഒരു പെൺകുഞ്ഞ് ജനിക്കുന്നു. നിന്റെ വേശ്യാത്തരത്തിന് അവൾ മറുപടി പറയേണ്ടി വരുമെന്ന് നീ കരുതി കാണില്ല, അല്ലേ പത്രേ? നിന്നെപ്പോലെ അഴിഞ്ഞാടി നടക്കുന്നവളുമാർക്ക് അതാ ശിക്ഷ. നീലാംബരി, ദയവ് ചെയ്ത് ആ കുടുംബം മുടിപ്പിക്കാൻ അങ്ങോട്ട് തിരികെ വരരുത്. അല്ലേ തന്നെ നിന്നെ ആരെയും അവിടെ കയറ്റുക. അവസാനം നീലാംബരി നോക്കി അതും പറഞ്ഞ് മാധവി തറവാട്ടിൽ നിന്നിറങ്ങി ഓടി വേഗം കാറിൽ കയറി. നീലാംബരിയോടെ മാധവി വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് ജയേന്ദ്രൻ ചോദിച്ചു. ഓ, അവള് വരുന്നില്ലാന്ന് ഞാൻ ആവത് വിളിച്ചതാ. അവൾക്ക് അവിടെ അമ്മയാണ് വലുത് പോലും. തള്ള പൂങ്കണിയിൽ ഒഴിക്കുന്ന കണ്ട് ആ പത്രയെ കെട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട്.
അല്ലേലും ശ്രീയുടെ അമ്മയാണ് അവൾക്ക് വലുത്. സ്വന്തം അമ്മയല്ലേ. പാവം ശ്രീ 2 മരുമക്കളെയും കൈവളയിലാ കൊണ്ടുനടന്ന്. ജയേന്ദ്രൻ നേരെ പോയത് തിരുവനന്തപുരത്ത് തന്നെയുള്ള പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലായിരുന്നു. അവിടെ എത്തിയതും കനകത്തെ കാഷ്വാലിറ്റിയിലേക്ക് പ്രവേശിപ്പിച്ചു. ECG തന്നെ ഹാർട്ട് അറ്റാക്ക് ഐഡന്റിഫൈ ചെയ്ത പ്രകാരം വേഗം തന്നെ ഡോക്ടർ ജയേന്ദ്രനുമായി സംസാരിച്ചു. ആ അമ്മയ്ക്ക് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഹാർട്ട് അറ്റാക്ക് ആണ്. ആൻജിയോഗ്രാം ചെയ്ത് നോക്കിയാൽ മാത്രമേ ബ്ലോക്കിൽ എത്ര ഉണ്ടെന്നുള്ളതൊക്കെ അറിയാൻ സാധിക്കൂ. ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടി വരും. എന്ത് വേണമെങ്കിലും ചെയ്തോ ഡോക്ടർ. എനിക്ക് അവളെ പഴയ പോലെ കിട്ടിയാൽ മാത്രം മതി. അതെല്ലാം നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ ഇപ്പോൾ പറയണം. ഞാൻ എവിടെ വേണമെങ്കിൽ കൊണ്ടുപോയി ഞാൻ അവളെ. പറയലും ജയേന്ദ്രന്റെ തൊണ്ടയിടറി അദ്ദേഹം കരഞ്ഞുപോയി. ഡോക്ടർ അദ്ദേഹത്തിന് ആത്മവിശ്വാസം പകർന്നു നൽകി. അതുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞു, ആൻജിയോഗ്രാം ചെയ്തു കഴിഞ്ഞാൽ അത് ബ്രേക്ക് ചെയ്തുകൊണ്ട് പിന്നീട് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റിംഗ് സാധ്യമല്ല. പിന്നെ നിങ്ങൾ എവിടെ കൊണ്ടുപോയാലും ഇതൊക്കെ തന്നെയാവും ചെയ്യുക. നമുക്ക് നോക്കാം മിസ്റ്റർ ജയേന്ദ്രൻ. ജയേന്ദ്രൻ ആദ്യം വിളിച്ച് ശ്രീപാർവതിയാണ്. ശ്രീ ഉടൻ തന്നെ ഡോക്ടറുമായി സംസാരിച്ചു. ശേഷം അവർ ട്രിവാൻഡ്രത്തേക്ക് തിരിച്ചു. മറ്റുള്ളവരെ താൻ തന്നെ അറിയിച്ചോളാമെന്ന് പറഞ്ഞുകൊണ്ട് ജയേന്ദ്രൻ പിന്നീട് ആരെയും ഫോൺ വിളിക്കാൻ തുനിഞ്ഞില്ല. ഇനി ആരുടെ ഒരു അക്ഷരം പോലും ഉരിയാടാനാവാത്ത വിധം അയാൾ തളർന്നിരുന്നു. ജയേന്ദ്രന്റെ വാഹനം വേഗത്തിൽ പോകുന്നതുകൊണ്ട് ആദിത്യൻ മാധവിയെ ഒരുപാട് തവണ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ കാറിലെല്ലാവരും കൂടെ ഉണ്ടായിരുന്ന കാരണം മാധവി ആ കോൾ എടുത്തിരുന്നില്ല. നിങ്ങളിത് എവിടെ പോയി കിടക്കായിരുന്നു? എത്ര തവണ ഞാൻ നിങ്ങളെ വിളിക്കുന്നു? എന്തായി കാര്യങ്ങൾ? മാധവി ഫോണും കൊണ്ട് തിരക്കൊഴിഞ്ഞൊരു കോറിഡോറിലേക്ക് മാറിയതിനു ശേഷം കാര്യങ്ങൾ ആദിത്യനോട് പറഞ്ഞു. ഓ ഗോഡ്, എന്ത് പണിയാ തള്ളി നിങ്ങൾ കാണിച്ചത്? ഇതാണ് നിങ്ങൾ കുറെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് എല്ലാം കോളാക്കിയപ്പോൾ സമാധാനമായി നിങ്ങൾക്ക്. മുകുന്ദന്റെ അമ്മയോട് വഴക്കിടേണ്ട കാര്യം വല്ലതും ഉണ്ടായിരുന്നു നിങ്ങൾക്ക്? ആദിത്യൻ മാധവിയോട് കയർത്തു. പിന്നെ അവൾ നിന്റെ തന്തയെ പറയുന്നത് ഞാൻ കേട്ടോണ്ട് നിൽക്കണമായിരുന്നോ? അങ്ങനെ എന്റെ മനുഷ്യന്റെ തലയിൽ ആരും ഒന്നും കൊണ്ടിട്ടാൻ ഞാൻ സമ്മതിക്കില്ല. അത് കൊലക്കുറ്റം. കേട്ടോണ്ട് നിൽക്കണം. കാരണം ആ ശിവൻ ശ്രീനിവാസൻ തന്നെയാ. അതും പറഞ്ഞ ആദിത്യൻ ഫോൺ വെച്ചു. മാധവിയുടെ തൊണ്ട വറ്റി വരണ്ടു. ഭയം അവരുടെ ശരീരത്തെ ആകമാനം ബാധിച്ചു. താൻ സ്വയം തന്റെ കുടുംബത്തെ നാശത്തിലേക്ക് തള്ളിയിട്ടു എന്ന് അവർക്ക് തോന്നി. ആദിത്യനെ താൻ അനുസരിക്കാൻ പാടില്ലായിരുന്നു എന്നോർത്ത് അവർ ദുഃഖിച്ചു. മേനോൻ കുടുംബം എല്ലാം മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി തന്റെ ശ്രീനിയേട്ടനെ കുറിച്ച് ചുമ്മാവില്ലെന്ന് അവർക്കറിയാമായിരുന്നു. അതിനിടയിൽ കനകത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ ആ പഴിയും തന്റെ മേലെ വരും. നീലാംബരിക്ക് ജാന നഷ്ടമായ പോലെ തന്റെ മോൾക്കും ജാന നഷ്ടമായിരിക്കുന്നെന്ന് സത്യം മാധവി മനസ്സിലാക്കി. എന്താ ആദ്യം ഉണ്ടായത്? കാര്യം ആദിയോട് ചോദിച്ചു. ആദ്യം തന്റെ അമ്മ പറഞ്ഞ കാര്യങ്ങൾ കാര്യോടും മുകുന്ദനോടുമായി പറഞ്ഞു. ഇപ്പോഴാ കാര്യങ്ങൾ കുറച്ചുകൂടി ഉഷാറായത്. എടോ ആദിത്യ, നിന്റെ അച്ഛനെ നമ്മൾ കൊടുക്കാതെ സ്വന്തം ഭാര്യ തന്നെ കൊടുക്കി. മനസ്സിലായില്ലേ നിനക്ക്? ഇനി ആരാ ശ്രീനിവാസനെ വിശ്വസിക്കുക? ആകെ സത്യങ്ങൾ അറിയാവുന്ന ആ ജാൻ, അവൻ നാളത്തോടെ ഭൂമിയിൽ നിന്ന് ഇല്ലാതാകും. പിന്നെ കാലിയുടെ കൊലച്ചിരിക്കൊപ്പം ആദിത്യനും മുകുന്ദനും ഉറക്കെ ചിരിച്ചു. അവർ പാതിരാവുന്നതും കാത്ത് അവിടെ തന്നെ പതുങ്ങിയിരുന്നു, നീലാംബരി എന്ന സർപ്പ സൗന്ദര്യത്തെ തട്ടിയെടുക്കാൻ. നീലാംബരിയുടെയും ഭദ്രയുടെയും ഫോണിൽ മാറി മാറി വിളിച്ചുകൊണ്ടിരുന്നു ജാൻ. നീലാംബരിയുടെ ഫോൺ ജയേന്ദ്രന്റെ കാറിലായിരുന്നു. ഭദ്രയുടെ ഫോൺ എപ്പോഴോ ഓഫായതാണ്. കനകത്തെ താങ്ങിയെടുത്ത് കാറിൽ കയറ്റുന്ന ജയേന്ദ്രനെ ഗൗതാൽ പകലിൽ നിന്നും കണ്ടിരുന്നു. നീലാംബരി ഒഴികെയുള്ളവർ തറവാട്ടിൽ നിന്ന് തിരിച്ചുപോയ വിവരവും ഗൗതം ജാൻ അറിയിച്ചിരുന്നു. കനകത്തിന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായ വിവരം ശ്രീ പറഞ്ഞാണ് ജാനും ശ്രീനിവാസനും ശിവനാഥ് മേനോനും ഒക്കെ അറിയുന്നത്. പക്ഷേ നീലാംബരി എന്തുകൊണ്ട് തറവാട്ടിൽ തന്നെ നിന്നു എന്ന കാര്യത്തിന് ആർക്കും വ്യക്തത കിട്ടിയിരുന്നില്ല. ജയേന്ദ്രനൊട്ട് ആരോടും പറഞ്ഞതുമില്ല. തങ്ങളറിഞ്ഞ കാര്യങ്ങൾ പക്വതയോടെ കൈകാര്യം ചെയ്യണമെന്ന് ജയേന്ദ്രൻ മനസ്സിൽ കണക്കുകൂട്ടി. നീലാംബരി ഭദ്രയെ വിട്ടുമാറിയിരുന്നില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും കരഞ്ഞു തളരാറുള്ള തന്റെ അമ്മ ഏറെ നേരമായിട്ടും മൗനമായി തുടരുന്ന കാണെ നീലാംബരിയിൽ ഭയം ഉടലെടുത്തു. തന്റെ അമ്മയൊന്ന് പൊട്ടിക്കരഞ്ഞിരുന്നുവെങ്കിലെന്ന് അവൾ കൊതിച്ചു. തുളസിയും നീലാംബരിയും ഭദ്രയ്ക്ക് കാവലായി ഭദ്രയടക്കുന്ന മുറിയിൽ തന്നെ തങ്ങി. ഭദ്രയുടെ മഴയിൽ കിടന്നുകൊണ്ട് നീലാംബരി പലതും പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അമ്മ എന്തിനാ വിഷമിക്കുന്നേ? ഈ കാരണം കൊണ്ട് ഇനി അവരൊക്കെ എന്നെ ഉപേക്ഷിക്കുന്നോർത്താണോ? ഉണ്ണിയേട്ടൻ പാവ അമ്മേ. ആ മാൻഷനിലുള്ളവരെല്ലാം നല്ല മനസ്സുള്ളവരാ. അവർക്ക് എന്നെ അമ്മയും മനസ്സിലാവും. ആരെന്തൊക്കെ കഥ പറഞ്ഞാലും സത്യം മറന്നേക്ക് പുറത്തു വരിക തന്നെ ചെയ്യും. എൻ്റെ ഭദ്രക്കുട്ടിക്ക് നീലാംബരി ഇല്ലേ? ഇനി എന്നെ അവരൊക്കെ ഉപേക്ഷിച്ചാലും എനിക്കൊരു വിഷമമില്ല. ഒരായുസ് കൊണ്ട് അനുഭവിച്ച് തീർക്കേണ്ട സുഖവും സന്തോഷവും ഈ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് എൻ്റെ ഉണ്ണിയേട്ടൻ എനിക്ക് തന്നു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ സ്നേഹം, കരുതൽ, പ്രണയം, വാത്സല്യം എല്ലാം ആ ഓർമ്മകളായിട്ട് എൻ്റെ അമ്മയ്ക്കൊപ്പം കഴിയാനാണ് എനിക്കിഷ്ടം. ഇതിലും വലുതൊക്കെ നമ്മൾ അതിജീവിച്ചിട്ടില്ലേ അമ്മ? ഇല്ലേ? പറഞ്ഞുകൊണ്ട് അവൾ മുഖമുയർത്തി ഭദ്രയെ നോക്കി. നിറഞ്ഞ കണ്ണുകൾ പ്രതീക്ഷിച്ചിടത്ത് പേരിനൊരു ചുവമ്പ് രാശി പോലുമില്ല. അത്രമേൽ ശാന്തമായിരുന്നു ഭദ്ര. നീലാംബരിയുടെ ഉള്ളൊന്ന് കാളി. തുളസി വായവത്തി കരച്ചിൽ അടക്കി പിടിച്ചു.
ഊൺമേശയിൽ പാത്രങ്ങളുടെ തട്ടലും മുട്ടലും കേൾക്കുന്നുണ്ട്. ഒപ്പം കൽപ്പനയുടെ അട്ടഹാസവും. അവർ അത്താഴത്തിലുള്ള പുറപ്പാടിലാണ് നീലാംബരിക്ക് മനസ്സിലായി. അവൾ ഭദ്രയുടെ അടുത്തുനിന്ന് എഴുന്നേറ്റ് മുറിവിട്ട് പുറത്തേക്ക് ഇറങ്ങി. വലിയ സ്റ്റീൽ പാത്രത്തിൽ കുന്നോളം ചോറും കറികളും വിളമ്പി കഴിക്കാനുള്ള പുറപ്പാടിലാണ് കൽപ്പനയും മായയും ലാവണിയും. നീലാംബരി ഉറച്ച ചൂടുകളോടെ അവർക്കടുത്തേക്ക് നടന്നു. മേശവിരിയിൽ പിടിമുറുക്കി അവൾ ആഞ്ഞു വലിച്ചതും പാത്രങ്ങളും ഭക്ഷണ സാധനങ്ങളും മേശയിൽ നിന്ന് ഉയർന്നു പൊന്തി മൂവരുടെയും ദേഹത്തും നിലത്തുമായി ചിതറി വീണു. എന്താണ് സംഭവിച്ചതെന്ന് 1-2 നിമിഷം അവർക്കാർക്കും മനസ്സിലായില്ല. സ്വഭാവത്തിലേക്ക് വന്ന കൽപ്പന ദേഷ്യത്തോടെ തിരിഞ്ഞു നോക്കിയതും കാണുന്നത് ഭദ്രകാളിയെ പോലെ വിറച്ചുകൊണ്ട് നിൽക്കുന്ന നീലാംബരിയാണ്. നീ ഒരലർച്ചയോടെ കൽപ്പന അവൾക്ക് നേരെ പാഞ്ഞെടുത്തു. ആ നിമിഷം തന്നെ കൽപ്പനയുടെ കഴുത്തിൽ നീലാംബരിയുടെ പിടി വീണിരുന്നു. ആ പിടിവിടാതെ തന്നെ കൽപ്പനയെ പുറകിലേക്ക് തള്ളിക്കൊണ്ട് ചുമരിൽ ചേർത്തമർത്തി വെച്ചു നീലാംബരി. ഒരു നിമിഷത്തെ പകപ്പിന് ശേഷം മായു ലാവണി ഓടി നീലാംബരിയെ പുറകിലൂടെ ചുറ്റിപ്പിടിച്ചു. കൽപ്പനയുടെ കഴുത്തിലെ പിടിവിട്ട് സർവ്വശക്തിയും എടുത്ത് മായുടെയും ലാവണിയുടെയും ചെകിട്ട് നോക്കി അവൾ ആഞ്ഞടിച്ചു. കിട്ടിയടിയിൽ ഇരുവരും കവിൾ പൊത്തിപ്പിടിച്ചുകൊണ്ട് പുറകിലേക്ക് മാറി നിന്നു. അപ്പച്ചി, ഇവിടെ ദേഹത്തെ ഏതാണ്ട് ബാധ കൂടിയതാ. ഞാൻ മൂന്നേനെ വിളിക്കാം. അല്ലേലും പണ്ട് ഇവിടെ പെണ്ണുകൾ നിനക്ക് കൈ ഉയർത്താറുള്ളൂ. മുകുന്ദേട്ട് വരട്ടെ, നിന്നെ ഇന്ന് പിച്ച് ചെയ്യുന്നു അങ്ങേര്. ലാവണ്യ പറഞ്ഞുകൊണ്ട് അവിടെ മുറിയിലേക്ക് ഓടി. നീലാംബരി നേരെ ഇറങ്ങിച്ചെന്ന ഉമ്മറത്തേക്കാണ്. കഴുക്കോലിനിടയിൽ തിരികെ വെച്ചിരുന്ന വലിയ ചൂരൽ വടി അവൾ വലിച്ചൂരിയെടുത്തു. പണ്ട് തന്നെ തല്ലാൻ ശശിധരൻ മാമ ഉപയോഗിച്ചിരുന്ന വടിയാണ്. ചെറുപ്പത്തിൽ ഈ വടി കൊണ്ടുള്ള അടിയുടെ ചൂടറിഞ്ഞുറങ്ങാത്ത ദിവസങ്ങൾ തനിക്കില്ലായിരുന്നു. ചിലപ്പോൾ ഇന്നത്തോടെ തന്നെ എല്ലാവരും കൂടി കൊല്ലുമായിരിക്കും. കൊല്ലട്ടെ, മരിച്ചു കഴിഞ്ഞാലും തന്റെ ആത്മാവിനെങ്കിലും അല്പം സന്തോഷിക്കണം. ഓർത്തുകൊണ്ട് നീലാംബരി അകത്തേക്ക് കയറി. ചുമലിൽ ചാരി നിൽക്കുന്ന കൽപ്പന മായ എന്തോ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. നീലാംബരി വടിയുമായി വരുന്ന കണ്ടതും തുളസിയുടെ മുഖവും ഒന്ന് കൂർത്തു. വരുന്ന വരട്ടെ എന്ന് കരുതി അവർ അവൾക്കായി വഴിമാറിക്കൊടുത്തു. ചൂരൽ വടി ഉയർത്തിപ്പിടിച്ച് ഓടി വരുന്ന നീലാംബരിയെ കണ്ടതും കൽപ്പനയൊന്ന് പകച്ചു. ആ പകപ്പ് കഴിയും മുമ്പ് തന്നെ വടിയുടെ ചൂട് കൽപ്പന ഇരുതോളിലും അറിഞ്ഞിരുന്നു. തലങ്ങും വിലങ്ങും കൽപ്പനയെ നീലാംബരി മർദ്ദിച്ചു. അയ്യോ, എടി പിഴച്ചവൾ എന്നെ തല്ലാതടി. മായ ഇവളിന്ന് പിടിച്ചു മാറ്റ്. അയ്യോ, തള്ളയുടെ പ്രാന്തി ഇവൾക്ക് പകർന്നോ? ഇത് ശശിയേട്ടന് വിളി. അയ്യോ! അടിയുടെ ചൂടിൽ കൽപ്പന നിലത്ത് കിടന്നു ഉരുണ്ടു. തടയാൻ ചെന്ന മായക്കും നല്ല കിട്ടി. മായ ദൂരേക്ക് ഓടി രക്ഷപ്പെട്ടു. കൽപ്പനയുടെ കാലും കൈയൊക്കെ പൊട്ടി ചോരൊലിച്ചു. വെപ്രാളത്തിൽ കൽപ്പന ഓടി ഗോവണി കയറി. എന്നാൽ മുകളിലെ പടിയിലെത്തിയതും സാരിത്തുമ്പിൽ ചവിട്ടി അവർ കാല് തന്നെ നിലത്തേക്ക് വീണു. കൽപ്പനയുടെ ഇല്ലിൽ നിന്നുറങ്ങുന്ന ഒച്ച ഉയർന്നു കേട്ടു. ഒപ്പം അവരുടെ അലർച്ചയും. പക്ഷെ അതുകൊണ്ട് നീലാംബരി അടങ്ങിയില്ല. നിലത്ത് വേദന കൊണ്ട് പിടയുന്ന കൽപ്പനയ്ക്ക് നേരെ അവൾ കാലുയർത്തി. പക്ഷെ എന്തോ ഒരു തോന്നൽ ഉയർത്തിയ കാലം അവൾ തിരികെ വെച്ചു. ചവിട്ടി കൊല്ലേണ്ട ഞാൻ നിങ്ങളെ. പക്ഷേ ഭദ്രയുടെ മോൾക്ക് എന്തോ അതിന് തോന്നില്ല. പക്ഷേ നാദുമേനോന്റെ മോൾക്ക് നിങ്ങളെ വീണ്ടും തല്ലാൻ തോന്നുന്നുണ്ട്. പറയലും ചൂരൽവടി കൊണ്ട് വീണ്ടും അവൾ കൽപ്പനയെ തലങ്ങും വിലങ്ങും തല്ലി ചതച്ചു. വല്ലവിധേനയും കൽപ്പന ഇഴഞ്ഞൊരു മുറിയിലേക്ക് കയറാൻ ശ്രമിച്ചു. കൂടെ ഓടിയ നീലാംബരി മുറിയുടെ വാതിലെത്തിയതും പുറകെ പാത്തു വന്ന ലാവണ്യ നീലാംബരിയെ പുറകിലൂടെ ആഞ്ഞു തള്ളി. അവൾ വടിയുമായി നിലത്തേക്ക് വീണ നിമിഷം കൽപ്പനയെ പുറകിലേക്ക് വലിച്ചു ലാവണ്യ. ശേഷം മുറിയുടെ വാതിൽ വലിച്ചടച്ച് പുറത്തുനിന്ന് കുറ്റിയിട്ടു. കൽപ്പന ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു. തുറക്ക്, വാതിൽ തുറക്കാൻ. കൊല്ലും ഞാൻ എല്ലാത്തിനെയും. ഇനി എന്റെ അമ്മയെ പറ്റി എന്തെങ്കിലും ഒരു വാക്ക് മിണ്ടിയ ആ നാവ് ഞാൻ പിഴുതെടുക്കും. തുറക്കണേ! നീലാംബരി ശക്തിയിൽ വാതിൽ മുട്ടി അലറി. കൽപ്പന പല്ലേരിച്ചുകൊണ്ട് കരഞ്ഞു. അയ്യോ, എന്നെ ഒന്ന് ആശുപത്രി കൊണ്ടുപോലാവണ്യേ. ഈ പിഴച്ചവളെന്റെ കാല് തല്ലി ഓടിച്ച്. അയ്യോ, വേദന സഹിക്കുന്നില്ലേ. അപ്പച്ചി കരയണ്ട. രാത്രി മൂന്നേട്ടൻ വരും. വരുന്നവർ ഇവിടെ ഏതെങ്കിലും മുറിയിൽ പൂട്ടിയിടാൻ മൂന്നേട്ടൻ എന്നോട് പറഞ്ഞ് അവിടെ കിടക്കട്ടെ അസത്ത്. താക്കോല് മുറ്റത്തെവിടെ ഒളിപ്പിച്ച് വെച്ചിട്ട് നമുക്ക് ആശുപത്രിയിൽ പോവാം. അല്പസമയം കഴിഞ്ഞതും പടിപ്പുരക്ക് പുറത്തു വന്നിരുന്ന ഓട്ടോയിൽ കയറി മായു ലാവണിയും കൽപ്പനയെ ആശുപത്രിയിലേക്ക് താങ്ങിയെടുത്ത് കൊണ്ടുപോയി. നീലാംബരിയെ പൂട്ടിയിട്ട മുറിയുടെ ചാവി തേടി തുളസി അലഞ്ഞ് തളർന്നു. അകത്തുനിന്ന് നീലാംബരിയുടെ കരച്ചിൽ ചീളുകൾ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പോലും ഭദ്രയിൽ ഒരു കുലുക്കവും ഉണ്ടായിരുന്നില്ല. ഭദ്രയുടെ കട്ടിലിന് താഴെ നിലത്തായി പായ നിവർത്തിയിട്ട് തുളസി കിടന്നു. നിലക്കുഞ്ഞിനെ പൂട്ടിയിട്ടു ആ ലാവണ്യ. കൽപ്പനയ്ക്ക് നല്ല കിട്ടി. ആശുപത്രിയിൽ നിന്ന് വരട്ടെ, എങ്ങനെയാണ് താക്കോല് വാങ്ങി തുറക്കാം. ഇനി ഒരിക്കലും കുഞ്ഞിന്റെ ദേഹത്ത് കൈവക്കില്ല. ആ കൈ തുളസി വെട്ടിയെടുക്കും. തുളസി പിന്നെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. സമയം പിന്നിടുമ്പോൾ തറവാട് നിശബ്ദമായി. ജാൻ ഡ്രൈവ് ചെയ്യുന്ന ഹമ്മർ വലിയൊരു ഒറ്റ നിലമനയുടെ പടിപ്പുറയ്ക്ക് മുന്നിൽ വന്ന് നിന്നു. പുറകിൽ അവന്റെ ഡിഫൻഡറിൽ ഗാർഡ്സിന്റെ വണ്ടി ഉണ്ടായിരുന്നു. ഡ്രൈവർ സീറ്റ് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ജാൻ. ഒപ്പം തന്നെ പുറത്തേക്ക് ഇറങ്ങി ശ്രീനിവാസനും ശിവനാഥ് മേനോനും. രാത്രിയുടെ ഭീകരത കാക്കം കൂട്ടാനെന്ന പോലെ കൂമന്റെ മൂളലുകൾക്ക് പുറമെ നായയുടെ ഓരിടൽ ശബ്ദവും മത്സരിച്ചുയർന്നു കേട്ടു. രാവിരുട്ടിയിട്ട് പോലും ബലിക്കാക്കൾ അവിടെ കരഞ്ഞുകൊണ്ട് വട്ടമിട്ട് പറഞ്ഞു. കൂടാതെ ദുർമന്ത്രവാദവും നരബലികളും കണ്ട് വീർപ്പുമുട്ടിയ മേൽമംഗലം വരെ മറ്റെന്തൊക്കെയോ വികൃതമായ ശബ്ദങ്ങൾ കൂടി രാവിനെ കീറി മുറിച്ചുകൊണ്ടിരുന്നു. അടഞ്ഞുകിടക്കുന്ന പടിപ്പുരകത്തുനിന്നും പൂട്ടിയ അവസ്ഥയിലായിരുന്നു. കാത്തിരിക്കാം ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.
ഏതാനും പാർട്ടുകളോടുകൂടി നീലാംബരി അവസാനിക്കുകയാണ്. അതുകൊണ്ടാണ് പാർട്ടിൻ്റെ നീളം കുറച്ചിട്ടുള്ളത്. ഒരുപാട് ലെങ്ത്തിൽ നമ്മൾ പാർട്ടുകൾ അപ്ലോഡ് ചെയ്താൽ പെട്ടെന്ന് തീരുന്നതായിരിക്കും. വളരെ ചുരുങ്ങിയ പാർട്ടുകൾ കൊണ്ട് തന്നെ കഥ അവസാനിക്കുന്നതാണ്. താങ്ക് യു.